സ്കൂളിൽ ഓണത്തിന്റെ അവധി ഒരു മാസം തന്നായിരുന്നെങ്കിൽ എന്തൊരു അടിപൊളിയായിരുന്നു. അതൊന്നും ചോദിക്കാൻ പറയാൻ ഇവിടെ ആരും ഇല്ലല്ലോ. പോണം. വേഗം പൊക്കോ. ചേച്ചി ചേച്ചി എങ്ങനെ പണ്ട് സ്കൂളിൽ പോയിട്ടുള്ള? നടന്ന്. അതല്ല. എന്താ പാറു, ഞങ്ങൾ നിന്നെ പോലൊന്നും ആയിരുന്നില്ല. ഞങ്ങക്ക് സ്കൂളിൽ പോയിട്ട് എന്ത് ഇഷ്ടമായിരുന്നു അറിയോ? ഞങ്ങളെ ടീച്ചേഴ്സിന്റെ പെറ്റായിരുന്നു, പെറ്റ്. ചേച്ചി ചേച്ചി ഒന്നിരുന്നേ. എന്തിന്? ഇരിക്കേ. ആ ചേച്ചി ഒന്ന് കാണട്ടെ. നീ ഇപ്പൊ കാണുകയല്ലേ ചെയ്യുന്നേ? അല്ല, ചേച്ചി കണ്ടിട്ടും മതിയാവുന്നില്ല. അയ്യോടാ ചേച്ചി, ചേച്ചിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മക്കൾക്ക് സ്കൂളിലോട്ട് തന്നു വിടാം. സ്കൂളിൽ പോയിട്ട് കണ്ടോണ്ടിരുന്ന കേട്ടോ. ചേച്ചി ചേച്ചി ചെന്നൈ പോകുന്ന ചേച്ചിയുടെ കൂടെ ഞാൻ നിന്നോട്ടെ. അല്ലെങ്കിലും നീ എന്റെ കൂടെ അല്ലേ നിക്കുന്നേ? അതല്ല, ഫുൾ ടൈം. ഓ, ഫുൾ ടൈം. അപ്പൊ എന്റെ മക്കൾ എങ്ങനെ ഉക്കുളി പോവും? ചേച്ചി പോയിട്ട് പോവും. എന്റെ ചക്കര ചേച്ചി പാറമോളുടെ സ്നേഹം ഭയങ്കരം തന്നെ. നീ എന്നെ ഒരു ഭയങ്കരയാക്കരുത് കേട്ടോ. ബാഗെല്ലാം സെറ്റ് ആക്കിട്ട് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നേ? സ്കൂളിലൊന്നും പോണ്ടേ? അയ്യോ, പാറു എന്റെ അടുത്തുള്ള സ്നേഹം വർണ്ണിക്കുമായിരുന്നു ചേച്ചി. പാറു പറയുവാണ്, ഞാൻ ഇവിടുന്ന് ചെന്നൈ പോകുന്നവരെ ഫുൾ ടൈം പാറു എന്റെ ഒപ്പം തന്നെ നിക്കാം, ഞാൻ പോയിട്ട് സ്കൂളിൽ പോയാ പോരേന്ന്. അയ്യ എന്റെ മോളെ, സ്കൂളിൽ പോവാതിരിക്കാനുള്ള അടവ് അല്ലേ? ഓണത്തിന്റെ ലീവും ഗംഗാപുരം പോവാൻ വേണ്ടി എടുത്ത ലീവും എല്ലാം കൂടെ കൊറേ ആയി. അതുകൊണ്ട് മക്കള് സ്കൂളിൽ പോവാൻ നോക്കുക കേട്ടാ. എന്റെ പേടി അതൊന്നുമല്ല. ഇവളിനി സ്കൂളിൽ പോയി കഴിഞ്ഞുണ്ടല്ലോ, ഇവളുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ഇവളെ ഓർക്കുമെന്ന്. അവരിവളെ മറന്നുപോയി കാണും. അതെന്ത്? കൊറേ കാലം ആയില്ല അങ്ങോട്ട് പോയിട്ട്. അത് ശരിയാണല്ലോ. ഇനി ഞാൻ അങ്ങോട്ട് പോണം. ഒരു അധികപറ്റായിട്ട് അവിടെ എന്തിനാ കയറി ചെല്ലുന്നേ? കൊച്ചെ പിടിച്ച് ഞാൻ ടിഫിൻ ബോക്സ് ഇടും. സ്കൂളിൽ പോരികൾ ഓരോരോ അടവും കൊണ്ട് വന്നേക്ക. വന്നല്ലോ വനമാല. വണ്ടി കിട്ടിയതിനു ശേഷം കോളേജിലൊക്കെ പോവാൻ എന്തൊരു ആവേശം. ഹലോ, അല്ലെങ്കിൽ നമുക്ക് കോളേജിൽ പോയി ആവേശമൊക്കെ ഉണ്ട് കേട്ടാ. കേശേ, വണ്ടി കിട്ടിയതിന്റെ ശേഷം ഉണ്ടല്ലോ നമുക്ക് കോളേജിൽ ഗേൾ ഫാൻസ് ഒക്കെ ഉണ്ടോടാ? ഗേൾ ഫാൻസ്. നീയാണോടാ കോളേജിൽ കീച്ചനൊക്കെ നോക്കി, പിങ്ക് കീച്ചനൊക്കെ കറക്റ്റ് മൂക്കി കേശു. ചേച്ചി പോടി ഉണ്ടായിരുന്നു കേട്ടല്ലേ. ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, എന്നാ സ്കൂളിൽ കൊണ്ടുവിടോ? നിനക്ക് വണ്ടി വരൂലേ? വണ്ടി കയറി പോയച്ചാ മതി. കൊണ്ടുവിട കേട്ടാ. ഇനി വണ്ടി വരൂലേ? വണ്ടിക്ക് എന്തിനാണ് മാസം കാശ് കൊടുക്കണേ? എന്റെ സ്കൂളിലേ ചേട്ടന്റെ ഫാൻസ് ഉണ്ട്. അയ്യോ, എന്റെ ഫാൻസിനെ കണ്ട് ഓട്ടോഗ്രാഫ് കൊടുക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ദിവസം വരാം കേട്ടാ മക്കളെ. ഇപ്പൊ പോട്ടാ, ബൈ. നിക്കവിടെ. നീ കോളേജിൽ പോകുന്ന വഴിക്ക് കൊച്ചിനെ സ്കൂളിലാക്കിട്ട് പോയാ മതി. ഞാൻ ആ വഴിക്കല്ല പോണേ. ആ വഴിക്കിൽ എന്റെ കോളേജ്, പിന്നെ വേറെ ഏത് വഴിക്കാ പോണ്? എടീ, കോളേജ് ആ വഴിക്കും പോവാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ വഴി കയറിയിട്ട് അവിടുന്ന് കട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് കയറും. ഏത് വഴി കട്ട് ചെയ്ത് പോയാലും കൊച്ചിനെ ആക്കിയിട്ട് അങ്ങ് പോയാ മതി. ചേടാ, ഇതിപ്പോ ഒരുമാതിരി. ഇനി അതിന്റെ പേര് ആരും തർക്കം ഉണ്ടാക്കണം കേട്ടാ. അവക്ക് മനസ്സിലായ കാര്യം. ഞാൻ സ്കൂളിൽ പോയിരുന്നാ പോരെ? കേട്ടല്ലോ കുരിപ്പേ, വാ പോവാ. ഞാൻ പോണേ ചേച്ചി. മോളെ പാറു, വയറുവേദന, ചെവിവേദന, പല്ലുവേദന, കൈവേദന, കാലുവേദന ഇതൊന്നും ഇവിടെ എടുക്കൂല. പിന്നെ സ്കൂളിൽ പോയിട്ട് വയറുവേദന എടുക്കണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് എങ്ങാനും വിളിപ്പിച്ച അവിടെ വന്ന് അടിക്കും ഞാൻ. പോ നോക്ക്. ഇതും കൂടെ കൊണ്ടുപോകണം. ഫുഡ് മാത്രം കൊണ്ടുപോയാ പോരാ. ഞാൻ പോണേ ചേച്ചി. പാറുവേ, ആ പോ പോ പോ, എന്ത് തള്ളി വിട്. എന്റെ പൊന്നെ, ഇതേപോലെ സ്കൂളിൽ പോകാൻ മടിയുള്ള ഒരു കൊച്ച്. നീ എന്നാ ചെന്നൈക്ക് പോണേ? പോണം, പയ്യെ പോവാ. പക്ഷെ അമ്മായും വരുന്നില്ലല്ലോ. അമ്മായി വരുവായിരുന്നെങ്കിൽ ഡേ കെയറിന്റെ കാര്യത്തിലെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. ചേച്ചി നോക്ക് 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 നോക്ക്. ഇതെന്താ? അത് മെർലിന്റെ സ്റ്റോറി. ആ സ്റ്റോറി നോക്ക്. ആ കൈ കണ്ട സുഷുയെ? ആ ബൈക്കിന്റെ തുമ്പ് കണ്ട? അതാരുടെ കൈ? അതാരുടെ ബൈക്ക്? ആരുടെ ബൈക്ക്? അല്ലേ അവൻ കോളേജിൽ പോകുന്ന പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ആ കള്ള ബെടുക. എന്നിട്ട് അവൻ കോളേജിൽ പോയിരിക്കുന്നു മെർലിന്റെ കൂടെ. വരട്ടെ ചോദിക്കാം. ആ ബൈക്കൊക്കെ വാങ്ങി കൊടുത്തല്ലോ.
ചോദിച്ചായിരുന്നു. അത് ശരി, നീ എന്നെ വാങ്ങിച്ചു കൊടുക്കും പറഞ്ഞ പുറകെയാണെന്നത്. ഞാനങ്ങനെ പലതും പറയും. നിങ്ങളുടെ അനിയനാണ്, നിങ്ങൾ വേണം നോക്കാൻ. ദാ, എന്തായാലും വരുമല്ലോ, ചോദിച്ചോ. ഇനിയിപ്പോ എവിടെയൊക്കെ പോകുന്ന ആർക്കറിയൂ. ആ നീയല്ല. ഹായ്. എന്താണ് എന്താണ് എത്തിയാ റൈഡർ ബോയ്? കോളേജ് എങ്ങനെ ഉണ്ടായി? വലിയ സുഖമൊന്നുമില്ലായിരുന്നു, എല്ലാ ദിവസവും പോലെ തന്നെ അങ്ങനെ പോയി. ആ റൈഡ് എങ്ങനെ ഉണ്ടായി? എന്താ റൈഡടി, ഇവിടുന്ന് അവിടെ വരെ അവിടുന്ന് ഇവിടെ വരെ, അതൊക്കെ ഒരു റൈഡാണോ? സത്യം പറടാ, നീ അവളെ കൊണ്ട് കറങ്ങാൻ പോയതല്ലേ? എവിടെ കൊണ്ട്? എന്റെ മെർലിനെയും കൊണ്ട്. മുരളിനെ കൊണ്ടോ? പിന്നെ എനിക്കൊരു വേലയില്ലല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലേ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞാൻ അവളെ കൊണ്ടുപോയി പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഒറ്റ ഉത്തരവാദിത്തം. നേരം ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്നു. ഒരു വണ്ടി എടുത്തതുകൊണ്ടാണ് ചുമ്മാ തലേക്കറി നിറങ്ങാൻ നോക്കല്ലേ ചേച്ചിയെ. കഴിഞ്ഞ എന്നാ മെർലിന്റെ സ്റ്റോറി ഞങ്ങൾ കണ്ടു. വിത്ത് മൈ ഊക്കി അറിഞ്ഞാണ് ഞാൻ അവളുടെ അടുത്ത് നിങ്ങൾ രണ്ടെണ്ണത്തിനും ബ്ലോക്ക് ചെയ്തു. ചേച്ചി നമ്മള് ജസ്റ്റ് അപ്പുറം വരെ പോയുള്ളൂ. ഇവിടുന്ന് ഞാൻ ഇങ്ങനെ പോണ നോക്കി അവളിങ്ങനെ ടക്കനെ വണ്ടി കയറി കോളേജിൽ പോകുന്ന പറഞ്ഞിട്ട് മെർലിനെ കൊണ്ട് റൈഡ് പോയേക്കുന്നു. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.